കല്യാണ മണ്ഡപം അവിടെയാണ്, ഇത് ജിമ്മാണ്. അയ്യോ അമ്മച്ചി, നിന്റെ അമ്മച്ചി. ചേച്ചി ഞാൻ ഇങ്ങോട്ട് തന്നെയാ വന്നത്. വന്നക്കിളവിക്ക് എന്റെ മുത്തശ്ശിയാവുള്ള വയസ്സുണ്ട്. അതെ, പെട്ടിയിൽ റെസ്റ്റ് എടുക്കണ്ടെങ്കിൽ മോളങ്ങോട്ട് മാറി നിന്ന് ഷോ ഇറക്കിയാട്ടെ. എനിക്ക് വർക്കൗട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ദൈവമേ, ഇവര് ഇനി വർക്കൗട്ട് ചെയ്തതിന്റെ ആത്മാവും കൂടെ എനിക്ക് തരൂല. നിങ്ങൾക്ക് ആദരാഞ്ജലി നേരുന്നേ. എന്തൊട്ടി കാണിക്കണേ? ഞാൻ ചെയ്യാം. അമ്മേ, ചേച്ചി ഇത് പോകുന്നില്ല. നീ ആ കൈ കിടക്കണ വള അതുവഴി അങ്ങോട്ട് ഇറക്കി വെച്ചും പൊക്ക്. ശരിയാവോ? സൂപ്പർ ചേച്ചി, നിങ്ങളൊരു സംഭവം തന്നെ കേട്ടോ. അതിന് നീ വള ദമ്പല് പൊക്കണമെന്നില്ലടി, വള മാത്രം ഇട്ട് വെക്കാലും മതി. അങ്ങനെ ഒരു വർത്താനം എന്നാ പിന്നെ ചെയ്ത് നോക്കട്ടെ. ശരിയാട്ട്, എനിക്കറിയാട്ടോ. ചേച്ചി എന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, തല പോയണ്ടല്ലോ, കളിങ്ങിയാ പോകൂട്ടോ. ഈ മരവള്ളി ഇത് ചക്കര വാങ്ങാൻ ചക്കിപ്പെണ്ണ് കടയിൽ പോയി, ചക്കര തീർന്നു ചക്കിപ്പെണ്ണ് ചമ്മിപ്പോയി, വല്ലാണ്ട് സാടായി പോയി ചക്കി. ചക്കര ഇട്ടാണ് ചക്കി പിന്നെ വീട്ടിൽ പോയി, ദേഷിച്ച് ചക്കിയ ചതച്ച് മമ്മി ചതച്ച്. പാവം കുട്ടി. സൂപ്പർ പാട്ടാലല്ലേ. അമ്മച്ചി എന്തുടന കരയണേ? വരണ്ടായിരുന്നു ഇന്ന് വരിയേ വേണ്ടായിരുന്നു. കണ്ടാ, എന്റെ ഒരു കൊച്ചു പാട്ട് കേട്ടപ്പോഴേക്കും ചേച്ചിയുടെ ആത്മാവാ പോയി. ഷോ എന്താ ചെയ്യാ ഞാൻ? അതെ, ജിമ്മിൽ വരുന്ന ഫിറ്റ്നസിന് വേണ്ടിയിട്ടാ, അല്ലാണ്ട് സാരിയും ഒക്കെ കെട്ടി കോപ്രായം കാണിക്കാനല്ല. ഈ ഗോൾഡ് ഒക്കെ ഒരു സേവിങ്സ് ആണ്. അയ്യടോ, ലോക്കറി കെട്ടിപ്പൂട്ടി വെക്കാനാണെങ്കിൽ പിന്നെ എന്തുട്ടിന് ഇതൊക്കെ മേടിച്ചു വിടണേ? എന്റെ ഭർത്താവുണ്ടല്ലോ, ബാർ കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതിന്റെ അഭിമാനം എനിക്ക് കാണിക്കണ്ടേ? നേരം വിളിക്കുമ്പോ ബാറിന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കും. അതാണ് ഈ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി.